CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വാഹനമിടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. സൈക്കിൾ യാത്രികനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ ഫൗസിയാനാണ് മരിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിനു സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താണു. നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ്സ് കപ്പേളയ്ക്ക് സമീപം ചക്രങ്ങൾ കാനയിൽ താഴ്ന്ന KSRTC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് കുടുങ്ങി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. കടപ്പുറം അഞ്ചങ്ങാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണു. ഒഴിവായത് വലിയ ദുരന്തം. മാളിയേക്കൽ മുഹമ്മദ് കുട്ടിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ വലിയ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. ടാറിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടും മുമ്പേ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ബ്രഹ്മകുളം ബീവറേജിനു സമീപം കൾവർട്ടിനോട് ചേർന്ന് 2 ആഴ്ച മുമ്പ് ടാറിംഗ് പൂർത്തീകരിച്ച റോഡാണ് ഇടിഞ്ഞു താഴ്ന്ന് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നത്. കാലവർഷം 3 ദിവസത്തിനകം കേരള തീരം തൊടും. കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ വെള്ളിയാഴ്ച മുതൽ ശക്തമാകുമെന്നും മുന്നറിയിപ്പ്. ചാവക്കാട് മണത്തലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതിൽ അഴിമതി ആരോപിച്ച് UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ പൗരാവലി ശതാഭിഷേക നിറവിൽ നിൽക്കുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ DM വാസുദേവന് സമാദരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറാന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് കൃപാഗ്നി കൺവെൻഷൻ ആരംഭിച്ചു. CT ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണവും സംസ്ഥാനതല കളരിപ്പയറ്റ് ക്വിസ് മത്സരവും ജൂൺ 8 വൈകിട്ട് 3 ഗുരുവായൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാവീട് സെന്റ് ജോസഫ്സ് പള്ളിയിലെ ഇടവക ദിനം ഇടവകയിലെ വിവിധ യൂണിറ്റുകളും ഭക്തസംഘടനകളും കൂടി സംയുക്തമായി ആഘോഷിച്ചു. കേരകൃഷി സംരക്ഷണത്തിനായി ലോകബാങ്ക് അനുവദിച്ച 139 കോടി രൂപ വകമാറ്റി ചെലവഴിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെയും നെൽകർഷകരോടുള്ള അവഗണനയ്ക്കെതിരെയും കർഷക കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അന്നലാകുന്ന ജമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഷൈഖുൽ ഹലർമി തങ്ങളുടെ ഉറൂസ് മുബാറക്കിന് തുടക്കമായി. മെയ് 25 വരെയുള്ള ദിവസങ്ങളിലായാണ് ഉറൂസ് മുബാറക് നടത്തുന്നത്. ഗുരുവായൂർ മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. വടക്കേകാട് റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനു കീഴിലെ മുഴുവൻ മദ്രസ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിഷ്കരിച്ച പാഠപുസ്തക പരിചയ ശില്പശാല നടത്തി. ഗുരുവായൂർ ശ്രീ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും ദ്രവ്യകലശവും മെയ് 25, 26, 27 തീയതികളിൽ നടക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.